ഹലോ, അസ്സാം വലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, എന്താണ് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞമ്മക്ക് സുഖമാണ്, അൽഹംദുലില്ലാ. എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പം നമ്മൾ സുഖവും ദുഃഖവും കൂടെ കൂട്ടിക്കലർന്നുകാണ്ട് അങ്ങനെ പോയിനിട്ടോ. ഇപ്പോൾ അൽഹംദുലില്ലാ എല്ലാവരുടെ പ്രാർത്ഥന കൊണ്ട് മാത്രം നമ്മളിപ്പോൾ സുഖമായിട്ട് നിൽക്കുന്നു, അൽഹംദുലില്ലാ. അപ്പം എല്ലാവർക്കും അറിയില്ലേ അല്ലേ, നമ്മളെ മോന് ഇന്ന് വണ്ടിമെന്നൊക്കെ വീണ് വലിയൊരു പ്രശ്നത്തിലൊക്കെ ഇനി അതൊക്കെ ഒന്ന് ചെറുതായി അങ്ങനെ അങ്ങോട്ട് പോയി, അൽഹംദുലില്ലാ. അപ്പം അത് എൻ്റെ കുടുംബക്കാരും എൻ്റെ ഫ്രണ്ടുകളും എല്ലാവരും പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് കേട്ടോ ഈ റമദാൻ മാസം. ഇനി ആരും പ്രാർത്ഥിക്കാൻ ബാക്കിയുണ്ടാവില്ല. എന്നെ അറിയാത്ത, എന്നെ കാണാത്ത എൻ്റെ കുറച്ച് ഫ്രണ്ടുകൾ കരഞ്ഞിട്ട് വരെ ഫോണിൽ കൂടെ വിളിച്ച് ചോദിച്ച്, ഞാൻ ഫോൺ വിളിച്ച് അടുക്കലില്ല കേട്ടോ, എന്നിട്ടും വാട്സപ്പിൽ കൂടെ കരഞ്ഞ് സംസാരിച്ച് ഒന്നും വരൂല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് എൻ്റെ ഫ്രണ്ടുകളും എൻ്റെ കുടുംബക്കാരും എല്ലാവരും പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഇന്ന് എൻ്റെ മോന് ഇവിടെ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ പഠിച്ചവനോട് നന്ദി പറയാണ്. അതേ അളവിൽ തന്നെ എൻ്റെ മോനക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരും എൻ്റെ മോന് വീണിട്ട് എടുത്തു കൊണ്ടുപോയ കുറച്ച് കുണ്ടന്മാരുണ്ട്, ചെക്കന്മാരുണ്ട്. അവർക്കും പഠിച്ചവൻ എല്ലാവർക്കും നല്ലത് വരണേന്ന് എന്നും ഞാൻ പ്രാർത്ഥിക്കലുണ്ട്. ഇപ്പം എന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ, ഇപ്പോൾ ഒന്ന് അധികമാണ്. പിന്നെ ഞങ്ങൾ അയൽവാസിയായ ഞാനും ഹോസ്പിറ്റലിലൊക്കെ പോയപ്പോൾ എൻ്റെ കൂടെ വന്ന നമ്മളെ സമീറൻ്റെ ഭർത്താവും അവരെ ഫ്രണ്ടുകളും നേരം വെളുക്കോളും 2-3 ദിവസം ആ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിട്ടോ. എല്ലാവർക്കും പഠിച്ചവന് നല്ലത് വരണേന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇപ്പോൾ എന്നും. എന്തോ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന്. തറാവി നിസ്കരിക്കാൻ പോയി, ഒരു 10-15 മിനിറ്റ് ആയിട്ടില്ല, അപ്പോഴത്തിന് വിളി വന്ന്, മോന് ചെറുങ്ങനെ ഒന്ന് വീണിട്ടുണ്ട് വണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. മോനെ കണ്ടപ്പോൾ നമുക്ക് പിന്നെ ബോധമില്ല കേട്ടോ. എൻ്റെ മോന് എൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ ഉയ്യുന്നുണ്ട് കേട്ടോ. ഒന്നുമില്ലമ്മ എന്ന് ഓന് പറയുന്നുണ്ട്. പക്ഷെ ഓൻ്റെ മുഖം ഇതൊക്കെ കണ്ടപ്പോൾ ഒന്നും ഓർമ്മയില്ല കേട്ടോ എന്താ ഇപ്പോൾ പറയേണ്ടതെന്ന്. അൽഹംദുലില്ലാ, എന്തായാലും പ്രാർത്ഥന അത് വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. എല്ലാവരും പ്രാർത്ഥന കൊണ്ട് മാത്രം ഇന്ന് അൽഹംദുലില്ലാ എങ്ങനെ പോകുന്നു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ഇങ്ങനെ നിന്നപ്പം ഇങ്ങനെ അവിടുന്ന് വെറുതെ കുത്തിരിക്കുമ്പം അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ചെറിയ വീഡിയോസ് എടുത്തതാണ് കേട്ടോ. ഇപ്പോൾ അതാ ഈ എന്താ പറയല്, ഇതിൻ്റെ കകൻ്റെ എൻ്റെ മോനെ കാണാൻ വന്നതാണ് കേട്ടോ. നോമ്പറക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ അവിടുന്ന് നോമ്പ് തുറന്ന്, പിന്നെ ഈ വാർഡിൽ ഞങ്ങൾ വന്ന ആ സമയത്ത് നിറയെ ആളുണ്ടായിന് കേട്ടോ. പിന്നെ ആ മഗ്‌രിബ് സമയമൊക്കെ ആയപ്പോഴത്തേനും ഓരോരുത്തർ പോയി. പിന്നെ വെറും 4-5 പേര് മാത്രമേ ഉള്ളൂ കേട്ടോ, ഒരു ബുദ്ധിമുട്ടും ഇല്ലേനി. അപ്പോൾ പിന്നെ ഞങ്ങൾ വരുന്നതിൻ്റെ 2 ദിവസം മുന്നേ ഫുള്ളായിട്ട് ആളേനി കേട്ടോ. ഭയങ്കര എന്തൊക്കെയോ കോലത്തിലുള്ള ആൾക്കാർ. നമ്മളൊക്കെ അപ്പോൾ ഒന്നുമല്ല എന്ന് വിചാരിച്ച് എൻ്റെ മോനെ ഫസ്റ്റ് തന്നെ കാഷ്വാലിറ്റിയിലാക്കി, പിന്നെ പിറ്റേന്ന് വാർഡിലേക്കാക്കി. ഈ വാർഡിലേക്ക് തന്നെ ആക്കി. ഒരു 5 മിനിറ്റ് നമ്മൾ അവിടെ നിന്നിട്ടില്ല കേട്ടോ. വാർഡിലേക്ക് പോകാൻ 1 മണിക്കൂർ വേണം, നടന്ന് ഇങ്ങനെ പോകണം കേട്ടോ. അവിടെ വന്ന് ഒരു ഡോക്ടർ പറഞ്ഞ് ഇത് വാർഡിലേക്കുള്ള പേഷ്യൻ്റ് അല്ല, ICUയിലേക്കുള്ള പേഷ്യൻ്റാണെന്നുണ്ട്. അപ്പം തന്നെ എൻ്റെ മോനെ ICUയിലും കൂടെ ആക്കിയപ്പോൾ പിന്നെ പറയും വേണ്ട, നമ്മളില്ലാതായിപ്പോയി. നമ്മളിപ്പോഴും പോയി നമ്മളെ മക്കൾ 10ലെത്തി അപ്പം പറയും 10ലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആര് സൽക്കാരത്തിനും വിരുന്ന് പാർക്കാനും വിളിച്ചാലൊക്കെ നമ്മൾ എവിടെയും പോകൂലല്ലോ. മോന് 10ലാണ്, മോനക്ക് രാത്രി ക്ലാസ് ഉണ്ട്, ട്യൂഷൻ ക്ലാസ് ഉണ്ട്, സ്കൂളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എവിടെയും പോകൂല. അങ്ങനെ പോവാതെ ഉണ്ടാക്കി നിന്ന് ലാസ്റ്റ് എക്സാമിൻ്റെ അന്ന് തന്നെ ആ പണി കിട്ടി. എന്തായാലും വണ്ടി തറാവിക്ക് പോയതിന് വണ്ടി നായി ചാടിയതാണ് കേട്ടോ. അവനോട് മറിഞ്ഞിട്ട് വീണ് തിരിച്ചങ്ങോട്ട് നിർത്തിയിട്ട ബസ്സിന് പോയി കണ്ട് തല അടിച്ചതാണ് കേട്ടോ. ഒന്നും പറയണ്ട, ഒക്കെ കണ്ട് എന്തോ ഒരു എന്താ പറയുക, നമ്മൾ വിചാരിക്കും നമ്മളെ മോന് 10ലാണ്, ലീവാക്കരുത് ഇതാക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളും എവിടെയും പോകില്ല, ഒന്നും ചെയ്യില്ല.
നമ്മളൊന്ന് തീരുമാനിക്കും, പഠിച്ചോന് നമ്മൾ വിചാരിക്കാത്തത് നമുക്ക് ഒരടി തരുന്ന മാതിരിയാണ് തരൂലേ. അതൊക്കെ ഓരോ പരീക്ഷണങ്ങളാണ്. എല്ലാ പരീക്ഷണങ്ങളിലും നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയാം. എന്നാലും ഞാൻ പറയും, അല്ലോ ഇന്നോടെന്ന് ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ഞാൻ എത്രയോ വട്ടം പറഞ്ഞിരിക്കണം കേട്ടോ. അപ്പോഴും ഞാൻ ഇങ്ങോട്ട് തിരിയുമ്പം വിചാരിക്കും, പഠിച്ചോ നമുക്കൊന്നുമില്ല. അപ്പുറം ഇപ്പുറം ഉള്ളവരൊക്കെ കാണുമ്പോൾ നമ്മൾ എന്താ പറയലേ, ഒരു നരകത്തിൽ നിന്ന് സ്വർഗത്തിലാണ് എന്ന് വിചാരിച്ച് എൻ്റെ മോനക്ക് സംഭവിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് എൻ്റെ നരകത്തിൽ വന്ന് വീണ മാതിരി ആയിപ്പോയോ എന്ന് വിചാരിച്ച്. പിന്നെ അപ്പുറം ഇപ്പുറമുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊന്നുമില്ല, നമ്മൾ സ്വർഗത്തിൽ തന്നെയാണ് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അൽഹംദുലില്ലാ. എന്തായാലും വലിയൊരു സംഭവങ്ങൾ ചെറുതായിട്ട് തന്ന എൻ്റെ പഠിച്ചോനിക്കും എൻ്റെ മോനക്ക് പ്രാർത്ഥിച്ച എല്ലാവർക്കും, എൻ്റെ മോനെ സഹായിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് എന്നും ഞാൻ ദ്വാരക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇത് അന്നത്തേതൊന്നുമല്ല കേട്ടോ. ഞങ്ങൾ ഞായറാഴ്ച വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് അന്നത്തെ വീഡിയോസ് ഒന്നല്ല കേട്ടോ, ഇതൊരു പിറ്റത്തെ ദിവസത്തെ ഒരു വീഡിയോ. അന്നേരം ഒരു ഭയങ്കര പൂതി, എരിവും പുളിവും എല്ലാം തിന്നാൻ പൂതി. നോമ്പ് തുറക്കാൻ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഫുഡ് ഏറെ ഇനി കേട്ടോ. നമ്മൾ ഫുഡ് വേസ്റ്റ് ആക്കണതിനുള്ള സങ്കടമേ ഉള്ളൂ കേട്ടോ. അവിടെ ഹോസ്പിറ്റലിൽ ഇഷ്ടം പോലെ നോമ്പുറക്കാൻ സാധനവും ഒക്കെ അതൊക്കെ തരുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, അവർക്കൊക്കെ പഠിച്ചോന്ന് ഇനി ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. ഒരു നേരം നമ്മൾ ആ ഹോസ്പിറ്റലിൽ എത്ര വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കും. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ആ റൂമിൽ ഇങ്ങനെ കുത്തിരിക്കാന്നല്ലാണ്ട് എത്രയോ എൻ്റെ മോനെ കൊണ്ടുവന്നന്ന് ഒരുപാട് ആൾക്കാർ അന്നശ്ശേരി മൊത്തം ഉണ്ട് കേട്ടോ അവിടെ. ഇതൊക്കെ എപ്പോഴും എത്തിയെന്ന് തന്നെ അറിയില്ല, അത്രയും നല്ല മനുഷ്യന്മാരായിട്ടല്ലേ മൊത്തം ഉണ്ട്. ഇനി അന്നശ്ശേരിക്കാർ മൊത്തം എൻ്റെ കുടുംബക്കാരും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ സെമീറിൻ്റെ ഭർത്താവിന് പൈസ കൊടുക്കുമ്പോൾ അതൊക്കെ അവിടെ നിന്നോട്ടെ, അവിടെ പോയി കുത്തിരിക്കുക, ഇതൊന്നും ചിന്തിക്കേണ്ട, അവിടെ പോയി കുത്തിരിക്കുക. ഇങ്ങനെ നമുക്കൊരാൾ ചെയ്യുമ്പോൾ നമുക്കൊരു ടെൻഷനല്ല. നമ്മളെ മക്കൾക്ക് വേണ്ടി പൈസൻ്റെ ആലോചിക്കുമ്പോൾ പ്രത്യേകിച്ചിട്ടാണ് കേട്ടോ. പൈസയൊക്കെ അൽഹംദുലില്ലാ ഒന്ന് എൻ്റെ അടുത്തൊക്കെ ഉണ്ടേനി കേട്ടോ. അത് കൊടുക്കുമ്പം പറയും അവിടെ പോയി കുത്തിരിക്കുക, ഇതിനൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം, എന്തെങ്കിലും പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. അൽഹംദുലില്ലാ പഠിച്ചോന് സഹായിക്കുന്നവർക്ക് പഠിച്ചോന് ഇനിയും ഒരു ബുദ്ധിമുട്ടില്ലാതെ പഠിച്ചോന് അവർക്ക് ആയുസ്സ് ആരോഗ്യ ആഫിയത്തോടുള്ള ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നല്ല പുളിയും മാങ്ങയും മീൻകറിയും എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഉണ്ട് എൻ്റെ മോനെ കാണാൻ വേണ്ടി വന്നിരിക്കണം കേട്ടോ. ഒരു 5:30 സമയത്ത് ഞാൻ വെറും സമൂസയും ഈ ഫ്രൂട്ട്സും പിന്നെ നാരങ്ങ വെള്ളമില്ലേ അത് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ മോനെ കാണാൻ വന്നതല്ല, 8-9 കുട്ടികളുണ്ടേനി കേട്ടോ. ഞാൻ പറഞ്ഞേ നമ്മളെ വീട്ടിലെ കലക്കി വെച്ച വെള്ളം ഞാനുണ്ടാക്കിയ സമൂസയും അതും തിന്ന് നോമ്പ് തുറന്നിട്ട് നിങ്ങൾ പൊയ്ക്കോളിന്ന് പറഞ്ഞു. മറ്റേ പത്തിരിയും കറിയും ഒന്നും നിങ്ങൾ തിന്നാതിരിക്കേണ്ട, അതൊന്നും നമ്മൾ എണ്ണിച്ചുട്ട അപ്പം പോലെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ കറുത്ത ഷർട്ട് ഇട്ട മോന് കേട്ടോ. ആ ഷർട്ട് ഇട്ട മോനെ യൂട്യൂബിൽ ഇടാനാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും യൂട്യൂബൊക്കെ ഉണ്ടോയെന്ന് വെച്ചിട്ടോ. അപ്പോൾ പറഞ്ഞ് വീഡിയോ എടുത്താൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല നിങ്ങൾ വീഡിയോ എടുത്തോളി എന്ന് പറഞ്ഞേരാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. ഞാൻ ഒരു ഫോട്ടോ മാത്രം എടുക്കാൻ വിചാരിച്ചിട്ടുള്ളൂ. മാഷാ അല്ലാ നല്ല മക്കൾ കേട്ടോ, മാഷാ അല്ലാ നല്ല മക്കളാണ്. എല്ലാവരും നല്ല മക്കളായിട്ട് വളരട്ടെ. അപ്പോൾ നമ്മൾ നല്ല ചക്ക ഉപ്പേരിയും കടുമാങ്ങയും എല്ലാം കൂട്ടിയിട്ട് ഞാൻ കിടക്കാൻ നേരത്ത് ഇതുപോലെ കുറച്ച് ചോറൊക്കെ തിന്ന് കിടക്കും. പിന്നെ അത്താഴത്തിന് ചായ കുടിക്കുള്ളൂ കേട്ടോ. അതാ നല്ല രസമുണ്ടായിന് കേട്ടോ കടുമാങ്ങയും. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളെ വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവെക്കാനുള്ളൊരു കൂടപ്പിറപ്പാണ് എന്ന് പറയല്ലേ ഈ യൂട്യൂബിൽ മെച്ചമില്ലെങ്കിലോ നല്ല നല്ല ഫ്രണ്ടുകൾ കൂടപ്പിറപ്പുകൾ സ്വന്തം അനിയത്തിമാരെ മാതിരി ഏടത്തിമാരെ മാതിരിയുള്ള സ്വന്തം അനിയത്തി കുട്ടികളെയും കുറേ കിട്ടിയിട്ടുണ്ട്, കുറച്ച് ഏടത്തിമാരെയും കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരോടും അസ്സലാമു അലൈക്കും.